قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون صدق الله العظيم. ആദരണീയരായ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചത് പ്രകാരം ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും രഹസ്യത്തിലും പരസ്യത്തിലും ഒറ്റക്കും കൂട്ടായും തഖ്വ ഉള്ളവരായിരിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുദ്സിന്റെ മോചനത്തിനായി പൊരുതിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീനിലുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാർ, അല്ലാഹു അവർക്ക് വിജയം എളുപ്പമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യം ഇന്ന് റിപ്പബ്ലിക് ദിനം ആചരിക്കുകയാണ്. സാമ്രാജ്യത്വ ശക്തികളിൽ നിന്നും നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം സ്വന്തമായി ഒരു ഭരണഘടന നിലവിൽ വന്ന ദിവസത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് 3/4 നൂറ്റാണ്ട് കാലം പിന്നിട്ട ഈ ദിവസം രാജ്യമൊട്ടുക്കും ഔദ്യോഗികമായി അതിന്റെ ആഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് അതിന്റെ 4 അടിസ്ഥാനങ്ങളിലാണ് അത് നിലനിൽക്കുന്നത്. അതിന്റെ തുടക്കം തന്നെ ഈ 4 കാര്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അതിലൊന്ന് ജസ്റ്റിസാണ്, മറ്റൊന്ന് ലിബർട്ടിയാണ്, മൂന്നാമത്തത് ഈക്വാലിറ്റിയാണ്, നാലാമത്തത് ഫ്രറ്റേണിറ്റിയാണ്, നീതി, സ്വാതന്ത്ര്യം, അതുപോലെ സമത്വം, സാഹോദര്യം. കേൾക്കാൻ നല്ല സുഖമുള്ള, അങ്ങനെയൊക്കെ ആയി കിട്ടിയാൽ മനോഹരമാകുന്ന കുറെ പദങ്ങളാണ്. നമ്മുടെ രാജ്യം 3/4 നൂറ്റാണ്ട് റിപ്പബ്ലിക്കിന്റെ 3/4 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് യാതൊരു നിലക്കും താല്പര്യമില്ലാത്ത, ആശയപരമായി അവർക്ക് യോജിപ്പില്ലാത്ത 4 കാര്യങ്ങളാണ്. ജസ്റ്റിസ്, നീതി എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നം മാത്രമായിട്ട് കാലങ്ങൾ ഏറെയായി. ഇന്നത്തെ പത്രത്തില് നമ്മൾ കണ്ടിട്ടുള്ളത് ഗ്യാൻവാപ്പി മസ്ജിദിനെ സംബന്ധിച്ചുള്ള ഒരു വാർത്തയാണ്. അവിടെ മുൻപ് ക്ഷേത്രമുണ്ടായിരുന്നു, അത് പൊളിച്ചിട്ടാണ് ഇങ്ങനെയൊരു മസ്ജിദ് പണിതത് എന്ന വാദം ഉന്നയിക്കും. അത് കേട്ടാൽ തോന്നുക അങ്ങനെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ മസ്ജിദിനൊന്നും സംഭവിക്കൂല എന്നാണ്. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തെളിയിക്കപ്പെട്ടിട്ടും ബാബരി പൊളിച്ചു കളഞ്ഞവരാണ് അങ്ങനെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് വാദവുമായി മുന്നോട്ട് വരുന്നത്. ഈ അർത്ഥത്തിൽ നീതിയെ കശാപ്പ് ചെയ്തു അങ്ങനെ ഒരു സംഗതി തന്നെ നമുക്ക് ഓർക്കാൻ കഴിയാത്ത വിധം അനീതിയിൽ അധിഷ്ഠിതമായ ഒരു ഭരണക്രമമാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് നിർഭാഗ്യവശാൽ
നിലനിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ വീണ്ടും വിവാദമായി വന്നിട്ടുള്ള ബാബരിക്ക് ശേഷം പ്രത്യേകിച്ച് ഗ്യാൻവാപ്പി മസ്ജിദിൽ ഒരിക്കൽ പോകാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. അന്ന് തന്നെ അതിന് ചുറ്റിലുമുള്ള താമസക്കാർക്ക് ആ പള്ളിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കടുത്ത സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ സാധ്യമാവുമായിരുന്നുള്ളൂ. ഓരോ നേരവും അങ്ങനെ വലിയ ദേഹപരിശോധനയും കർശനമായിട്ടുള്ള നിബന്ധനകളും ഒക്കെ ആയിട്ട് എങ്ങനെയാണ് ഒരു കൂട്ടർ പള്ളിയിൽ പ്രവേശിക്കുക? ഓരോ നേരവും നിസ്കരിക്കാൻ പോകുമ്പോൾ ഇങ്ങനെയുള്ള പരിശോധനകൾക്ക് നിന്നു കൊടുക്കേണ്ടി വന്നാൽ പിന്നെ അവിടേക്കാരാണ് പോവുക? അങ്ങനെ വർഷങ്ങളായിട്ട് അതിങ്ങനെ ഒരുതരം അറസ്റ്റിലാണ് ആ പള്ളി ഉള്ളത്. ഇനി അത് അവിടെ നിന്ന് തകർത്ത് കളയാൻ വേണ്ടിയിട്ടുള്ള പ്രചരണങ്ങളാണ് ഇനി നടക്കുക. അഥവാ ബാബരിയുടെ ഷഹാദത്ത് അവസാനത്തേതല്ല, അത് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള 10,000-ഓളം പള്ളികൾ തകർക്കാനും പിടിച്ചടക്കാനും വേണ്ടിയുള്ള ഉദ്ഘാടനം മാത്രമായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോഴെല്ലാം നമ്മുടെ നിലപാടെന്ത് എന്നതിനെ കുറിച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇസ്സത്തുള്ള ഒരു നിലപാടിലേക്ക്, കൃത്യതയുള്ള ഒരു നിലപാടിലേക്ക് നമ്മുടെ ഉമ്മത്ത് ഇനിയും എത്തിയിട്ട് വേണം എന്നുള്ളതാണ്. ബാബരി മസ്ജിദിന് പകരമായിട്ട് ഇപ്പോൾ നിർമ്മിക്കപ്പെടുന്ന ഒരു പള്ളിയുണ്ട്. ആ പള്ളി, അതിന് സമാനമായ ചരിത്രത്തിലുള്ള വേറെ ഒരു പള്ളി ഖുർആൻ പരാമർശിക്കുന്നത് മസ്ജിദ് ഖിറാറാണ്. മസ്ജിദ് എന്ന് തന്നെയാണ് അതിന്റെ പേര്. പക്ഷെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അത് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ, കലാപമുണ്ടാക്കാൻ, കുഴപ്പമുണ്ടാക്കാൻ, അല്ലാഹുവിനും റസൂലിനും എതിരെ യുദ്ധം പ്രഖ്യാപിച്ചവർക്ക് താവളമൊരുക്കാൻ ഒക്കെ ഉണ്ടായിട്ടുള്ള പള്ളിയാണ് എന്ന് ഖുർആൻ മസ്ജിദ് ഖിറാറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കെട്ടിടം ഉണ്ടാവുക, ആ കെട്ടിടത്തിന് ഒരു പേര് നൽകുക എന്നതല്ല. ആ കെട്ടിടത്തിന്റെ പ്രചോദനം എന്താണ്, അതിന്റെ അടിസ്ഥാനം എന്താണ് എന്നതൊക്കെ അതുമായുള്ള നമ്മുടെ സമീപനത്തിന് തീർച്ചയായിട്ടും പരിഗണനയിൽ വരേണ്ട കാര്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയനുസരിച്ച് ആ പള്ളിയുടെ ഉദ്ഘാടനത്തിന് അതിനുവേണ്ടി സ്വാഗത സംഘം രൂപീകരിക്കാൻ ക്ഷണിച്ചാൽ തന്നെ നമ്മുടെ സമുദായത്തിൽ നിന്ന് അതിൽ പങ്കെടുക്കാൻ ആളുകൾ തിക്കിത്തിരക്കി പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക എന്ന് നമ്മൾ ആശങ്കിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ നാട്ടിലെ നീതിയുമായി ബന്ധപ്പെട്ട കാര്യം. പക്ഷെ ഭരണഘടനയിൽ വളരെ വലുതാക്കി ജസ്റ്റിസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് ലിബർട്ടി എന്നാണ്, സ്വാതന്ത്ര്യം. അതിനുവേണ്ടിയാണല്ലോ മുൻഗാമികളായ ആളുകൾ പടവരുതിയത്. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഭരണകൂടത്തിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും സംസാരിച്ചാൽ, കവിത എഴുതിയാൽ, ലേഖനം എഴുതിയാൽ, സമരം നടത്തിയാൽ എന്താണ് സംഭവിക്കുക എന്നതിനെ സംബന്ധിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട്. പലരും ജയിലറകളിലാണ് ഉള്ളത്. പലരെയും കാണാതായിരിക്കുന്നു. നജീബ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. നജീബ് എവിടെ എന്ന് ചോദിക്കാൻ പോലും നാം മറന്നുപോയി. അഥവാ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ അർത്ഥത്തിൽ ആണ് എന്ന് നമുക്കറിയാം. അപ്പോഴും നമ്മുടെ ഭരണഘടനയുടെ പുറത്ത് ലിബർട്ടി എന്നുണ്ട്. പിന്നീട് നമ്മുടെ ഭരണഘടന സംസാരിക്കുന്നത് ഇക്വാലിറ്റിയെ സംബന്ധിച്ചാണ്. തുല്യത, സമത്വം. ആഘോഷങ്ങളാണെങ്കിലും ആചാരങ്ങളാണെങ്കിലും അനുഷ്ഠാനങ്ങളാണെങ്കിലും ഇടപെടലുകളാണെങ്കിലും ഇനി നിയമ നടപടികളാണെങ്കിലും ഓരോ വിഭാഗത്തിന് വ്യത്യസ്തമായ നീതിയാണ് ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും.
ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ അതിൽ പ്രതിയാക്കപ്പെടുന്നവരുടെ പേരിനനുസരിച്ച്, അവരുടെ മതത്തിനനുസരിച്ച്, അവരുടെ ജാതിക്കനുസരിച്ച് അതിൽ എടുക്കുന്ന നടപടികൾ വ്യത്യസ്തമാകുന്ന ഏറ്റവും കടുത്ത അസമത്വങ്ങളുടെ അനുഭവങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഭരണഘടനയുടെ പുറത്ത് ഈക്വാലിറ്റി എന്നിപ്പോഴും ഉണ്ട്. മറ്റൊന്നുള്ളത് ഫ്രറ്റേണിറ്റിയാണ്, സാഹോദര്യം. മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ബ്രഹ്മാവിന്റെ മുഖത്തു നിന്നാണ് ഒരു കൂട്ടരെ, വേറെ ഒരു കൂട്ടരെ സൃഷ്ടിച്ചത് കൈകൊണ്ടാണ്, കയ്യിൽ നിന്നാണ്. ക്ഷത്രിയരെ മുഖത്തു നിന്ന് ബ്രാഹ്മണരെയും കൈകളിൽ നിന്ന് ക്ഷത്രിയരെയും, പിന്നെ കാലിന്റെ തുടയിൽ നിന്ന് വൈശ്യരെയും, കാൽപാദങ്ങളിൽ നിന്ന് ശൂദ്രരെയും. ഇതാണ് ചാതുർവർണ്ണ്യം. ശൂദ്രർ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ നായന്മാർ. ഇനി അതിനുശേഷം ആരെങ്കിലും ഉണ്ടോ? അവർ മനുഷ്യരായി പോലും കണക്കാക്കാൻ വകുപ്പില്ലാത്ത പട്ടികജാതിയിലും പട്ടികവർഗത്തിലുമൊക്കെ പെട്ട, അതിന് വേറെ തന്നെ പട്ടിക ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇവർക്ക് എങ്ങനെയാണ് സാഹോദര്യത്തെ സംരക്ഷിക്കാൻ കഴിയുക? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഭരണഘടന, നമ്മുടെ റിപ്പബ്ലിക് 75ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനങ്ങളിൽ എണ്ണിപ്പറഞ്ഞിട്ടുള്ള ഒരു മൂല്യത്തോടും യാതൊരു തരത്തിലും ഉള്ള ആഭിമുഖ്യമില്ലാത്തവരുടെ കൈകളിലൂടെയാണ് നമ്മുടെ രാജ്യം പോകുന്നത് എന്നത്. എന്നാൽ ആത്മാഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയും, ഈ 4 മൂല്യങ്ങളും പരിശുദ്ധ ഖുർആനിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് എന്ന്. നിങ്ങൾ ഓരോന്നും പരിശോധിച്ചു നോക്കൂ. ആദ്യമേ തന്നെ പറയുന്ന ജസ്റ്റിസ് എന്ന് പറയുന്നത്, നീതി എന്ന് പറയുന്നത്, പരിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും ശക്തമായ ഒരു ഊന്നലാണ് നീതി. അള്ളാഹു നീതിമാനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തന്നിട്ടുള്ള ജീവിതക്രമം അത് നീതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്. അല്ലയോ മുഅ്മിനീങ്ങളെ, കൂനൂ ഖവ്വാമീന ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക. ശുഹദാഅ ബിൽ ഖിസ്ത്, നിങ്ങൾ നീതിക്ക് സാക്ഷികളാവുക. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു. ഒരു ജനതക്ക് നിങ്ങളോട് വിരോധമുണ്ട് എന്നിരിക്കെ, അങ്ങനെ ആയാൽ പോലും ആ കാരണം കൊണ്ട് അവരോട് നിങ്ങൾ അനീതി കാണിക്കാൻ പാടില്ല. നിങ്ങളുടെ മുമ്പിൽ നിങ്ങളോട് വിരോധം കാണിക്കുന്ന ഒരു സമൂഹമുണ്ട്. അവർ നിങ്ങളോട് കാണിക്കുന്ന വിരോധം അവരോട് അനീതി കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാൻ പാടില്ല. നിങ്ങൾ നീതി പാലിക്കുക, അതാണ് തഖ്വയുമായി ഏറ്റവും അടുത്തു നിൽക്കുന്നത്. നിങ്ങൾ അല്ലാഹുവിനോട് തഖ്വയുള്ളവരാവുക. ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. നിശ്ചയമായും അല്ലാഹു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി അറിയുന്നവനാണ്. നമ്മുടെ ആചാരങ്ങളിലും ആരാധനകളിലും അനുഷ്ഠാനങ്ങളിലും പാലിക്കേണ്ടുന്ന ഒരു കാര്യം അല്ലല്ലോ ഇത്. അവിടെ പ്രസക്തമാകുന്ന ഒരു കാര്യമല്ലല്ലോ ഇത്. ഒരാൾ നിസ്കരിക്കുമ്പോൾ നീതി പാലിക്കുക എന്നതിന് എന്ത് പ്രസക്തിയാണുള്ളത്? അവിടെ അനീതിയുടെ എന്ത് വിഷയമാണ് ഉത്ഭവിക്കുന്നത്? ഒരാൾ നോമ്പെടുക്കുമ്പോൾ എഴുതിരു എന്ന് പറയുന്നതിൽ എന്ത് കാര്യമാണുള്ളത്? സാമൂഹികമായ ബന്ധങ്ങളിൽ, മറ്റു മനുഷ്യരോടുള്ള പെരുമാറ്റത്തിൽ, മറ്റു മതസമൂഹങ്ങളോടുള്ള പെരുമാറ്റത്തിൽ, അങ്ങനെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലാണല്ലോ ഈ പറയുന്ന നിയമങ്ങൾ കൂടുതൽ പ്രസക്തമാകുന്നത്. അവിടെയെല്ലാം നിങ്ങൾ കാണിക്കേണ്ടത് നീതിയാണ്. സംഘപരിവാറിന് നിങ്ങളോട് വിരോധമുണ്ട്, സയനിസ്റ്റുകൾക്ക് നിങ്ങളോട് വിരോധമുണ്ട്,
അങ്ങനെ നിങ്ങളോട് വിരോധമുള്ള പലരുമുണ്ട്. പക്ഷെ അവരോട് പോലും നിങ്ങൾ നീതിപൂർവം മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. ഭരണഘടനയിൽ കാണുന്ന ജസ്റ്റിസ് എന്ന വാക്ക് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായി വായിക്കാൻ കഴിയുന്ന ഒരു വാക്കാണ്. ഈ 4 വാക്കുകളും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഈ വാക്കുകൾ, ഈ മൂല്യങ്ങൾ നമ്മുടെ നാട്ടിൽ കാത്തുസൂക്ഷിക്കാൻ, അത് നഷ്ടപ്പെടുത്തി കളയുന്നവരുടെ പ്രവർത്തനങ്ങളെ ജാഗ്രതയോടുകൂടി പ്രതിരോധിക്കാൻ ഉള്ള ബാധ്യത തീർച്ചയായിട്ടും വിശ്വാസി സമൂഹത്തിനുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ജസ്റ്റിസ് കഴിഞ്ഞാൽ പിന്നെ ലിബർട്ടിയാണ്, സ്വാതന്ത്ര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ ജീവന് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ആരായിരുന്നാലും മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല الناس ജമീഅ. ജാതി, മത, ഭാഷ, വേഷ പരിഗണനകൾക്കെല്ലാം അപ്പുറത്ത് എല്ലാ മനുഷ്യരുടെയും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു വകവെച്ചു തരുന്നു. പ്രസവത്തിന് മുമ്പുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, പ്രസവത്തിന് മുമ്പുള്ള മനുഷ്യന്റെ അവകാശത്തെക്കുറിച്ച് സംസാരിച്ച ദർശനമാണ് ഇസ്ലാം. അതുകൊണ്ടാണ് ഭ്രൂണഹത്യ പാപമാണ് എന്ന് പഠിപ്പിക്കുന്നത്. ഭൂമി കണ്ടിട്ടില്ല, ജനിച്ചു വീണിട്ടില്ല, അതിനു മുമ്പുള്ള കുഞ്ഞുങ്ങൾക്ക് പോലും അവകാശമുണ്ട് എന്നതാണ്. മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് ഇത്രമേൽ വില കൽപ്പിച്ചിട്ടുള്ള ഒരു ദർശനം വേറെയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഖുർആനിൽ പറയുകയാണ്, വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് കാഫിറുകളാവാം. ആരുടെ മേലും ലാ ഇക്റാഹ ഫിദ്ദീൻ, ഒരു ബലപ്രയോഗവുമില്ല. ചിലരുടെ ജയ് ശ്രീരാം എന്ന് പറയുന്നുണ്ടല്ലോ, ഇതുപോലെ കലിമ ചൊല്ലാൻ ഒരാളുടെ മേൽ വാളോങ്ങാൻ പാടില്ല, വാളോങ്ങാൻ പാടില്ല. മന്ത്രം ജപിക്കുവാൻ, ജയ് ശ്രീരാം ചൊല്ലുവാനൊക്കെ വേണ്ടി ആളുകളെ പിടിച്ചു നിർത്തി പച്ചക്ക് തീയിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലിബർട്ടി പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഭാരതത്തിൽ പക്ഷേ പരിശുദ്ധ ഇസ്ലാം ഒരാളുടെയും വിശ്വാസത്തിൽ ബലം പ്രയോഗിക്കാൻ അനുവദിക്കുന്നില്ല. വിശ്വസിച്ചാൽ ഇന്ന ഇന്ന നേട്ടങ്ങളുണ്ട്, അതാണ് നീതി, അതാണ് സത്യം, അതാണ് ഹക്ക്. ഹക്കല്ല. വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ഇന്ന ദോഷങ്ങൾ വരാനുണ്ട്, നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടും, നിങ്ങൾക്ക് പരലോകം നഷ്ടപ്പെടും. ഇങ്ങനെ മനുഷ്യരുടെ ബുദ്ധിയെ, അവരുടെ തീരുമാനശേഷിയെ അംഗീകരിച്ചും ആദരിച്ചും അവരുടെ മുമ്പാകെ സത്യവും അസത്യവും പ്രദർശിപ്പിച്ച് ഇഷ്ടമുള്ളത് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം നൽകുന്നു. നമ്മുടെ ഭരണഘടനയിലെ ലിബർട്ടി എന്ന് കാണുമ്പോ പരിശുദ്ധ ഖുർആൻ വായിക്കുന്ന ഒരാൾക്ക് ആത്മാഭിമാനത്തോടുകൂടി പറയാൻ കഴിയും, ഇത് ഞങ്ങളുടെ, നമ്മുടെ, നിങ്ങളുടെ റബ്ബ് മനുഷ്യർക്ക് നൽകിയിട്ടുള്ള അവകാശമാണ്. അല്ലാഹു തആല നൽകിയിട്ടുള്ള, മനുഷ്യന് നൽകിയിട്ടുള്ള ഈ അവകാശത്തെ ബ്രിട്ടീഷുകാർ വിലക്കിയപ്പോഴാണ്, തടഞ്ഞു വെച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മുൻഗാമികളായ വിശ്വാസികൾ അവരുടെ ജിഹാദായി പ്രഖ്യാപിച്ചുകൊണ്ട് ബ്രിട്ടനെതിരെ പടപൊരുതിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് പടച്ച റബ്ബ് തന്ന സ്വാതന്ത്ര്യത്തെ തിരിച്ചുപിടിക്കാൻ നടത്തിയ പോരാട്ടമാണ്. ഭരണഘടനയിൽ കാണുന്ന മറ്റൊന്ന് ഇക്വാലിറ്റി എന്ന് പറയുന്നതാണ്. പരിശുദ്ധ ഇസ്ലാം എത്രത്തോളം സമത്വസുന്ദരമായ ഒരു ദർശനമാണ് അവതരിപ്പിച്ചത്. അതിന്റെ ഏറ്റവും നല്ല ഒരു പ്രതീകമാണ് ജമാഅത്ത് നമസ്കാരം. ആരാണ് ആദ്യം വരുന്നത്? അവരാണ് മുന്നിൽ. മുന്നിൽ വരുന്നവൻ നാട്ടിലെ ഏറ്റവും സാധാരണയായ ഒരു കുടുംബത്തിൽ ജനിച്ചവനാണ്. ഉദ്യോഗതലത്തിൽ ഏറ്റവും താണ തസ്തികയിൽ ജോലി ചെയ്യുന്നവനാണ്. പക്ഷെ അവനാണ് മുന്നിലുണ്ടാവുക. ആ നാട് ഭരിക്കുന്ന ഒരാൾ പിന്നെ കയറി വന്നാൽ അയാൾ രണ്ടാമത്തെ സ്വഫിലാണെങ്കിൽ ആദ്യത്തെ സ്വഫിലുള്ള ഈ
പ്യൂണിന്റെ കാല് വെച്ചയാളത്താണ് മറ്റേയാളുടെ തല സുജൂദിലാകുമ്പോൾ വരിക. തോളോട് തോൾ ചേർത്ത് നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എന്റെ മകൾ ഫാത്തിമ മുട്ടിച്ചാലും ഞാൻ കൈവിട്ടു എന്ന്. പല പൂർവികരായിട്ടുള്ള സമുദായക്കാരും സ്വന്തത്തിലൊരു നിയമവും മറ്റുള്ളവർക്ക് മറ്റൊരു നിയമവും നൽകിക്കൊണ്ട് മനുഷ്യർക്കിടയിൽ വ്യത്യസ്തത കൽപ്പിച്ചപ്പോ പരിശുദ്ധ ഇസ്ലാം സമത്വത്തെ കുറിച്ച് സംസാരിച്ചു. ചീർപ്പിന്റെ വല്ല പോലെ സമന്മാരാണ് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ ലഹബ് ചോദിക്കുന്നുണ്ട്, മുഹമ്മദ്, നിന്റെ ദീൻ വിശ്വസിച്ചാൽ എനിക്ക് എന്ത് കിട്ടും എന്ന് ചോദിക്കുന്നുണ്ട്. നിസാസലം സംശയമില്ലാതെ പറഞ്ഞു, എല്ലാവർക്കും എന്ത് കിട്ടുമോ അതൊക്കെ താങ്കൾക്കും കിട്ടും. അഥവാ ഇസ്ലാം സ്വീകരിച്ചാൽ ഇഹലോകത്തും പരലോകത്തും ഒരാൾക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും താങ്കൾക്കും കിട്ടും. ഉടനടി അബൂ ലഹബ് പറഞ്ഞു, എല്ലാവർക്കും കിട്ടുന്നത് തന്നെ എനിക്കും കിട്ടും എന്ന് പറയുന്ന നിന്റെ ദീൻ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞു. കാരണം അബൂജഹല് ഉൾക്കൊണ്ടിരുന്ന ആദർശം എന്ന് പറയുന്നത് സമത്വത്തിന്റെ ആദർശമായിരുന്നില്ല, ഉച്ചനീചത്വത്തിന്റെ ആദർശമായിരുന്നു. ഇസ്ലാം അവിടെ സമത്വം കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. സമത്വം കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. ഇസ്ലാമിക ചരിത്രത്തിൽ മനോഹരമായ ധാരാളക്കണക്കിന് ചിത്രങ്ങൾ, ഉദാഹരണങ്ങൾ നമുക്കിതുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയും. പലതും നമ്മൾ കേട്ടിട്ടുള്ള അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഭരണഘടനയിൽ ഈക്വാലിറ്റി എന്ന് പറയുന്നത് പരിശുദ്ധ ഇസ്ലാമിന്റെ, പരിശുദ്ധ ഖുർആനിന്റെ സംഭാവനയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്നുള്ളത് ഫ്രറ്റേണിറ്റിയാണ്. പരിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ. അല്ലയോ ജനങ്ങളെ, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ബുദ്ധനും ജൈനനും മതമുള്ളവനും ഇല്ലാത്തവനും ഇന്ത്യക്കാരനും ചൈനക്കാരനും നിങ്ങൾ ആരായിക്കൊള്ളട്ടെ, അല്ലയോ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, നിങ്ങളെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതാണ് ലോകത്തിന് മുമ്പിലുള്ള ഫ്രറ്റേണിറ്റി എന്ന് പറയുന്നത്. ഇതാണ് സാഹോദര്യം. ഇതാണ് സാഹോദര്യം. എല്ലാവരും ഒരാണിന്റെയും പെണ്ണിന്റെയും മക്കളാണ്. സഹോദരി സഹോദരന്മാർ. സഹോദരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ ഉദരത്തിൽ സഹവസിച്ചവൻ എന്നാണ്. ഒരേ വയറ്റിൽ ഉണ്ടായത്, ഒരേ വയറ്റിൽ നിന്ന് പിറന്നത് എന്നാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ഈ ഒരു സാഹോദര്യത്തോടുകൂടി കാണാൻ പഠിപ്പിച്ച ദർശനം. അതുകൊണ്ട് നമ്മുടെ ഭരണഘടനയിലെ ഫ്രറ്റേണിറ്റി എന്ന് പറയുന്നത് ഖുർആനികമായ ആശയമാണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ബോധ്യപ്പെടും എന്തുകൊണ്ടാണ് മനുഷ്യവിരുദ്ധ വംശീയ ബോധം ഭരണഘടനയുടെ മൂല്യങ്ങളെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ളത് എന്ന് എളുപ്പത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് പുതുയുഗ പിറവിയെക്കുറിച്ച് നമ്മുടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ സംസാരിക്കുകയാണ്. അവരുടെ ഭാഷയിലെ പുതുയുഗ പിറവി എന്ന് പറയുന്നത് ഈ ഭരണഘടനാ മൂല്യങ്ങളെ നിശേഷം തുടച്ചു നീക്കിക്കളയുന്ന ഒരു പുതിയ യുഗത്തിന്റെ പിറവിയാണ്. യഥാർത്ഥത്തിൽ അത് പുതിയ യുഗമല്ല. അത് ഉച്ചനീചത്വങ്ങളുടെ, ജാതീയതയുടെ, ചാതുർവർണ്ണ്യത്തിന്റെ മനുസ്മൃതി വിഭാവന ചെയ്യുന്ന ഒരു പഴയ കാലത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. അതിൽ ദലിതർക്ക് സ്ഥാനമുണ്ടാവുകയില്ല. അതിൽ സവർണരായിട്ടുള്ള ആളുകളല്ലാത്ത ഒരാൾക്കും ഒരു വിഭവം ലഭിക്കുകയില്ല. ഈ കാര്യം ബോധ്യപ്പെടാതെ ദലിതുകളും മറ്റു ജാതി സമൂഹങ്ങളുമൊക്കെ സവർണരുടെ കെണിയിൽ വീഴുകയും തന്ത്രങ്ങളിൽ വീഴുകയും ചെയ്യുന്നുണ്ട് എന്നത് നേരാണ്. അതിന്റെ നല്ല ഉദാഹരണമാണ് പ്രസിഡന്റ് തന്നെ. അവരെ കാര്യത്തോടടുക്കുമ്പോൾ അടുപ്പിക്കുന്നില്ല. നിങ്ങൾ കണ്ടില്ലേ, പ്രതിഷ്ഠാ ചടങ്ങിന്റെ നേരത്ത് ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്ന് നിരീക്ഷിച്ചാൽ അത് വളരെ കൃത്യമായി ബോധ്യപ്പെടും ആർക്കു വേണ്ടിയുള്ള ഒരു യുഗത്തെ കുറിച്ചാണ് പറയുന്നത് എന്ന്. അങ്ങനെയല്ല, ഈ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്ന വളരെ ശക്തമായിട്ടുള്ള ഭരണഘടനാ മൂല്യങ്ങൾ
നമുക്ക് ഉറപ്പ് നൽകേണ്ടത് ഭരണഘടനയുടെ ഉറപ്പാണ്. ആ ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടു പോകാൻ കഴിയുന്ന ഒരു ശക്തി ഉയർന്നു വരേണ്ടതുണ്ട്. അതുമാത്രമാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ പോംവഴി എന്ന്, പരിഹാര മാർഗമെന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഈ ഭരണഘടനയിൽ പറയുന്ന ഇത്തരം നല്ല കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ആ നല്ല കാര്യങ്ങൾ പ്രയോഗവൽക്കരിക്കാൻ കഴിയാതെ പോയത്? ഇത്രയും മഹത്തരമായ വാക്കുകൾ എഴുതി വെച്ചിട്ട് എന്തുകൊണ്ടാണ് ആ മൂല്യങ്ങളിൽ നിന്ന് രാജ്യം പിന്നാക്കം പോയത് എന്ന് ചോദിച്ചാൽ, ഈ മൂല്യങ്ങൾക്ക് മനുഷ്യപക്ഷത്തു നിന്നുകൊണ്ടുള്ള ആദർശത്തിന്റെ ഒരു നൂൽബന്ധമില്ലാതെ പോയി എന്നതുകൊണ്ടാണ്. പരിശുദ്ധ ഖുർആൻ ജസ്റ്റിസിനെ കുറിച്ച് പറയുന്നത്, പരിശുദ്ധ ഖുർആൻ ലിബർട്ടിയെ കുറിച്ച് പറയുന്നത്, പരിശുദ്ധ ഖുർആൻ ഫ്രറ്റേണിറ്റിയെ കുറിച്ച് പറയുന്നത്, പരിശുദ്ധ ഖുർആൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് ഈമാൻ എന്ന് പറയുന്ന ഒരു നൂലിൽ ബന്ധിച്ചുകൊണ്ടാണ്, തൗഹീദുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. ആ തൗഹീദുമായി ബന്ധപ്പെടുത്തുന്നില്ല എങ്കിൽ പിന്നെ ഈ നല്ല മൂല്യങ്ങൾ ഏട്ടിലെ പശുവായിരിക്കും എന്നതിന് കാലം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുക? അല്ലാഹു തആല ഉടമസ്ഥനും മറ്റുള്ളവർ അടിമകളുമാകുന്ന അവസ്ഥയാണ് തൗഹീദ് എന്ന് പറയുന്നത്. ആ തൗഹീദിന്റെ ബലിഷ്ഠമായ നൂല് കൊണ്ട് ആ നൂലിൽ ഈ മൂല്യങ്ങളാകുന്ന മുത്തുമണികളെ കോർത്തുവെച്ചെങ്കിൽ മാത്രമേ ഇതിന് നിലനിൽപ്പ് സാധ്യമാവുകയുള്ളൂ. ഇല്ലെങ്കിൽ പുരോഹിതന്മാർ, രാജാക്കന്മാർ, അല്ലെങ്കിൽ ഭരണാധികാരികൾ, മുതലാളിമാർ, ഇവരൊക്കെ ഇലാഹുകളായി മാറുകയും ഈ മൂല്യങ്ങൾ കൊണ്ടൊരു പ്രയോജനവുമില്ലാതായി തീരുകയും ചെയ്യും. അതുകൊണ്ട് ഉന്നയിക്കപ്പെടുന്ന ഈ എല്ലാ മൂല്യങ്ങളും, ജസ്റ്റിസും ലിബർട്ടിയും ഈക്വാലിറ്റിയും ഫ്രറ്റേണിറ്റിയും ഒക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന്റെ നൂലിൽ കോർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമ്പോഴാണ് അത് മനോഹരമായ ഒരു മുത്തുമണിമാല പോലെ അത് പ്രയോജനകരമായി തീരുകയുള്ളൂ. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അല്ലയോ മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിന്റെ അടിമകളാവുക. നോക്കൂ, നിങ്ങൾ ഒരു സമുദായത്തെ മറ്റൊരു സമുദായത്തിലേക്ക് ക്ഷണിക്കുന്നില്ല ഇവിടെ. ഒരു മതത്തെ മറ്റൊരു മതത്തിലേക്ക് ക്ഷണിക്കുന്നില്ല ഇവിടെ. ഒരു ഗോത്രത്തിന് മേൽ മറ്റൊരു ഗോത്രത്തിന് ആധിപത്യം നേടാൻ ശ്രമിക്കുന്നില്ല ഇവിടെ. നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു ദൈവത്തെ നിങ്ങൾ അംഗീകരിക്കണമെന്ന് പറയുന്നില്ല ഇവിടെ. എന്താണ് പറയുന്നത്? യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിന്റെ അടിമത്തം സ്വീകരിക്കുക. അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച, നിങ്ങൾ ഹിന്ദുവാണോ? നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ ദൈവത്തിന്റെ അടിമയാവുക. നിങ്ങൾ ക്രിസ്ത്യാനിയാണോ? നിങ്ങളെയും നിങ്ങളുടെ പൂർവികരെയും സൃഷ്ടിച്ച സാക്ഷാൽ നാഥന്റെ അടിമത്തം സ്വീകരിക്കുക. നിങ്ങൾ ജൂതനാണോ, പാഴ്സിയാണോ, ബുദ്ധമതക്കാരനാണോ, ജൈനനാണോ, നിങ്ങൾ മാപ്പിള സമുദായത്തിലാണോ, നിങ്ങൾ ആരായിക്കൊള്ളട്ടെ, നിങ്ങളുടെ സാക്ഷാൽ സത്താവിന്റെ അടിമത്തം സ്വീകരിക്കുക. നിങ്ങൾ ലഅല്ലക്കും തത്തഖൂൻ, എങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കഴിയും. നിങ്ങൾ വിജയികളായിത്തീരും, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായിത്തീരും, നിങ്ങൾ ജാഗ്രതയുള്ളവരായിത്തീരും എന്ന പാഠമാണ്. അതുകൊണ്ട് ഭരണഘടനാ മൂല്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഈ ഭരണഘടനാ തത്വങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമത്തിനെതിരെ ജാഗ്രത പുലർത്തുന്നതിന്റെ കൂടി പേരാണ് തഖ്വ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.